വികസന മുന്നേറ്റ ജാഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം വടക്കൻ മേഖലാ ജാഥയിലേക്കാണ് പോകുന്നത്. പി വി കുട്ടൻ വടക്കൻ മേഖലാ ജാഥയുടെ സമഗ്ര വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. കോഴിക്കോട് ജില്ലയിലാണ് ജാഥയുടെ ഇന്നത്തെ പര്യടനം. ഏതായാലും വിവരങ്ങളുമായി ഇപ്പോൾ കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ജാഥ കോഴിക്കോട് ജില്ലയിൽ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഒന്നാമത്തെ സ്വീകരണ കേന്ദ്രം എവിടെയാണ്? മറ്റുള്ള സ്വീകരണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മനു, വടക്കൻ മേഖലാ ജാഥ വലിയ ആവേശകരമായ വരവേൽപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പര്യടനം തുടരുന്നത്. ഇന്നും കോഴിക്കോട് ജില്ലയിലാണ് ജാഥയുടെ പര്യടനം. ഇന്നലെയൊക്കെ ഓരോ കേന്ദ്രങ്ങളിലും ഈ വലിയ ചൂടും വെയിലൊക്കെയാണ്, അതൊക്കെ അവഗണിച്ചുകൊണ്ട് പതിനായിരങ്ങൾ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും ജാഥ ക്യാപ്റ്റൻ എം പി ഗോവിന്ദൻ മാസ്റ്ററെയും ജാഥാംഗങ്ങളെയും വരവേൽക്കുന്നതിന് വേണ്ടി എത്തുന്ന കാഴ്ച അതോടൊപ്പം തന്നെ വലിയ ആഘോഷം ആയാണ്. ബാൻമേളങ്ങളും മുത്തുക്കുടകളും ഒക്കെയായി, ചെണ്ടമേളങ്ങളൊക്കെയായി വലിയ ആഘോഷത്തോടു കൂടിയാണ് ഓരോ കേന്ദ്രങ്ങളും ജാഥയെ വരവേൽക്കുന്നത്. ഇന്ന് ആദ്യത്തെ സ്വീകരണം കൊയിലാണ്ടിയിലാണ്. കൊയിലാണ്ടി മണ്ഡലത്തിലാണ് ആദ്യത്തെ സ്വീകരണം. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം എലത്തൂർ മണ്ഡലത്തിലെ ചേളന്നൂർ, കുന്നമംഗലം മണ്ഡലത്തിലെ പൂവാട്ടുപറമ്പ്, ഈ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം കോഴിക്കോട് മുതലക്കുളത്താണ് സമാപനം. കോഴിക്കോട് നോർത്ത് സൗത്ത് മണ്ഡലങ്ങളിലെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തകരാണ് മുതലക്കുളത്തെ സ്വീകരണത്തിനെത്തുക. വലിയ ആവേശകരമായ വരവേൽപ്പ് ഓരോ ജാഥക്കും ലഭിക്കുന്നു. LDF സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളോട് ജാഥാ ക്യാപ്റ്റനും ജാഥാംഗങ്ങളും വിശദീകരിക്കുന്നു. അവർക്കൊക്കെ അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളാണ്. അവർ നാട്ടിലെ റോഡുകളായാലും അവിടുത്തെ ആശുപത്രികളായാലും സ്കൂളായാലും വലിയ രീതിയിൽ വികസിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ, ഈ പാവപ്പെട്ട അരികുവൽക്കപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന LDF സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാഥക്ക് വലിയ രീതിയിലുള്ള, അതായത് നിയമസഭാ ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ LDFന് പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടി വലിയൊരു ജനാവലി ഓരോ കേന്ദ്രങ്ങളിലേക്കും എത്തുകയാണ്. മനു, ഈ പറഞ്ഞതുപോലെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്നു. സ്വാഭാവികമായും വലിയ ജനപിന്തുണ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടൻ, ഇപ്പോൾ അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇപ്പോൾ കോഴിക്കോട് വരെ എത്തി നിൽക്കുകയാണല്ലോ കുട്ടൻ്റെയും ആ യാത്രയുടെ കൂടെയുള്ള സഞ്ചാരം. ഈ കടന്നു വന്ന വഴികളിലൊക്കെ നമ്മൾ പൊതുസമൂഹത്തോട് സംസാരിക്കുമ്പോൾ അവർ നൽകുന്നൊരു ഫീഡ്ബാക്ക് എന്താണ്? ജാഥയെക്കുറിച്ച്, സർക്കാരിനെക്കുറിച്ച്, മുന്നണിയെക്കുറിച്ചൊക്കെ നമ്മൾ സ്വാഭാവികമായി സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മുടെ മുൻപിലുണ്ട്, അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ. മനു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിയ തോതിലെങ്കിലും തിരിച്ചടി നേരിട്ടിരുന്നു. പല ഘട്ടങ്ങളിലും പല കേന്ദ്രങ്ങളും അത്തരം തിരിച്ചടികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലും മലബാറിലെ പല ജില്ലകളും വലിയ രീതിയിൽ LDFന്റെ ശക്തി കാട്ടുന്ന രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തിരിച്ചടിയോടുകൂടി LDF ഇല്ലാതായി എന്ന വ്യാപകമായ പ്രചരണം UDFും ചില മാധ്യമങ്ങളൊക്കെ നടത്തിയൊരു ഘട്ടമുണ്ടായിരുന്നു. അവർക്കൊക്കെയുള്ള വലിയ മറുപടിയാണ് ഈ ജാഥയുടെ സ്വീകരണം എന്നുള്ളത്. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ കേന്ദ്രങ്ങളിലേക്ക്. നമ്മൾ ജാഥ ഉദ്ഘാടന ദിവസം തന്നെ കണ്ടതാണ്. മഞ്ചേശ്വരവും കാസർഗോഡും ഒക്കെ LDFന് വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളാണ്. അവിടങ്ങളിൽ പോലും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ ജാഥയുടെ ഉദ്ഘാടനം. സാധാരണ ഒരു ജാഥക്കും കാണാത്ത തരത്തിലുള്ള വലിയ ഒരു ആൾക്കൂട്ടം, ഈ വലിയൊരു ജനസഞ്ചയം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കാസർഗോഡ് സ്വീകരണത്തിന് പിന്നീട് ഇങ്ങോട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ LDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയും കോഴിക്കോട് ജില്ലയിലും. അതോടൊപ്പം തന്നെ വയനാട്ടിലെ 3 സ്വീകരണ കേന്ദ്രങ്ങളിലും അഭൂതപൂർവമായ രീതിയിൽ ജനങ്ങൾ ഈ ജാഥയെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വളരെ കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, LDF ഉന്നയിക്കുന്ന രാഷ്ട്രീയം, LDF ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, അതൊക്കെ ജനങ്ങൾ വലിയ രീതിയിൽ ഹൃദയത്തോട് ചേർത്ത് ഏറ്റെടുത്തു എന്നാണ് ഈ വലിയ ജനപങ്കാളിത്തം കൊണ്ട് മനസ്സിലാവും. നമ്മൾ ഈ ജാഥയിൽ വരുന്ന സാധാരണക്കാരായ മനുഷ്യർ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ജനങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ ഈ LDF സർക്കാർ വീണ്ടും ഭരിക്കണം. കാരണം കഴിഞ്ഞ 10 വർഷമായി കേരളത്തിനകത്ത് നമ്മൾ തന്നെ പറഞ്ഞ ഒരു കറണ്ട് കട്ടില്ലാത്തൊരു കേരളം, അതോടൊപ്പം തന്നെ റോഡുകൾ ഏറ്റവും രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറുന്ന റോഡുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ, ആരോഗ്യ വകുപ്പിൻ്റെ, അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ളൊരു കുതിച്ചുചാട്ടം നേടിയൊരു കാലമാണ് ഈ കഴിഞ്ഞ 10 വർഷം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജാഥ വരുന്നത് തന്നെ പല കേന്ദ്രങ്ങളിലും ഈ ദേശീയപാതയിലൂടെയാണ്. അപ്പോൾ അതൊന്നും വലിയ രീതിയിൽ വികസിക്കുന്നു, അതിൻ്റെ ഓരോ റീച്ചുകളായി തുറന്നു കൊടുക്കുന്നു. അതൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്ന, അവർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഈ പറയുന്ന ജാഥയ്ക്ക് എത്തുന്നവർ അവരോട് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ MP ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്ന ഈ പ്രഭാത യോഗത്തിൽ അവിടെ എത്തുന്നവരും വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, ഈ ഭാവി കേരളം പടുത്തുയർത്തുന്നതിനുള്ള ഈ നിലവിലുള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട്
കൊണ്ടുപോകേണ്ട ആവശ്യകതയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ അവരിൽ നിന്നും വരുന്നുണ്ട്. അതിനൊക്കെ അപ്പോൾ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ അപ്പോൾ തന്നെ നേരിട്ട് പരിഹരിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ ഗോവിന്ദ മാസ്റ്റർ തന്നെ അവരോട് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വളരെ ജനകീയമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് ഈ ജാഥ മുന്നേറുന്നത്. മനു.